ഗൗതം, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളുടെ കാര്യങ്ങൾ വി.എസ്. സനോജ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇന്നലെ ഇതൊരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ആക്രമണം, ഇന്ത്യൻ പ്രതിരോധം, പാകിസ്ഥാന് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുന്ന ഇന്ത്യയുടെ സേനകൾ എന്നിവയാണ് നമ്മൾ കണ്ടത്. അതിനിടയിൽ നിരവധി വ്യാജവാർത്തകൾ വന്നിരുന്നു, പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു, വിവിധ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. എന്താണ് അവസാനമായി ഇതിൻ്റെ ഒരു ആകെത്തുക? ഇന്നലത്തെ രാത്രിയെ എങ്ങനെ വായിച്ചെടുക്കാം? ഇപ്പോൾ അതിർത്തിയിലെ സാഹചര്യം എന്താണ് ഗൗതം? ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ കാത്തിരിക്കുന്നത് ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് മുൻപ് നമുക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗികമായ ചില വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ വിവരങ്ങളും അനുസരിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കഴിഞ്ഞ രാത്രി 2 ഘട്ടങ്ങളായിട്ടാണ് പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായത്. ഒന്ന്, രാത്രി 7:30 മുതൽ തുടങ്ങുകയും രാത്രി ഒരു 10-11 മണി വരെ നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണങ്ങളുമായിരുന്നു. രണ്ടാമത് 3:30 ആരംഭിച്ച് 5:30 വരെ നിന്നിരുന്ന ഡ്രോൺ ആക്രമണ ശ്രമങ്ങളായിരുന്നു. ഈ 2 ആക്രമണ ശ്രമങ്ങളെയും ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിക്കുകയും തിരിച്ചടി നൽകുകയും ചെയ്തു. അത് നമ്മൾ കണ്ടതുമാണ്. ഇനി ഈ 2 ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് 15 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്, അല്ലെങ്കിൽ 15 കേന്ദ്രങ്ങളിലേക്കാണ് ഈ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ 9 ഭീകരവാദ കേന്ദ്രങ്ങളെ തകർത്തതിന് പ്രതികാരം എന്നോളം തന്നെയാണ് ഈ നടപടിയിലേക്ക് പോയത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 15 കേന്ദ്രങ്ങളാണ് തിരഞ്ഞെടുത്തത്. അതിൽ തന്നെ സിവിലിയൻസ് താമസിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലകളെ ഉൾപ്പെടുത്തണം. ഒപ്പം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത്. ഈ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ആസൂത്രണം ചെയ്തത് എന്നതാണ് നിർണായകമായ വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 15 കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും വരുന്നത് പഞ്ചാബിലാണ്. ഒപ്പം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവരെയും പിന്നീട് ജമ്മു കാശ്മീരിലെ പൂഞ്ച്, ഉറി, അതോടൊപ്പം തന്നെ രജൗരി മേഖലകളുമാണ് ഈ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തെടുത്ത സ്ഥലങ്ങളിൽ. അതോടൊപ്പം സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിശദാംശം അനുസരിച്ച് പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള 3 മേഖലകൾ, അഗ്നൂർ, പത്താൻകോട്ട്, ഉധംപൂർ ഉൾപ്പെടെയുള്ള 3 മേഖലകളിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനും പാകിസ്ഥാൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടാണ് വിവരം. ഈ പദ്ധതികളെയാണ് വളരെ സമർത്ഥമായി സുദർശൻ 400 എന്ന് പറയുന്ന S-400 ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇന്ത്യ വളരെ സമർത്ഥമായി പ്രതിരോധിച്ചത്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ സേനകളെ ഉപയോഗിച്ച് സംയുക്തമായി തിരിച്ചടി നൽകിയത്. ഇനി 2 ഘട്ടവും പരിശോധിച്ചു കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി തന്നെ ബ്ലാക്ക് ഔട്ട് കഴിഞ്ഞ ദിവസം നടപ്പാക്കിയിരുന്നു പല കേന്ദ്രങ്ങളിലും. ഇന്ത്യ പ്രതീക്ഷിച്ചതായിരുന്നു ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി. അതിന് കാരണം, നേരത്തെ തകർക്കപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തകർക്കപ്പെട്ട കേന്ദ്രങ്ങൾ, അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. മാത്രമല്ല, ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനയുടെ, ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകര സംഘടനകളുടെ ബേസ് ക്യാമ്പുകൾ, അവരുടെ പ്രധാനപ്പെട്ട താവളങ്ങളൊക്കെയാണ് തകർത്ത് കളഞ്ഞത്. ഒപ്പം മസൂർ അസദിൻ്റെ കുടുംബവും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും അയാളുടെ കൂട്ടാളികളും സഹോദരനും ഉൾപ്പെടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡറായിട്ടുള്ള റൌഫ് അസദ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. അത് വ്യോമമാർഗമായിരിക്കും ആ ആക്രമണം ഉണ്ടാകുക എന്ന കൃത്യമായ ഒരു വിലയിരുത്തൽ ഇന്ത്യക്കുണ്ടായിരുന്നു. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക് ഔട്ട് ഡ്രില്ല് പരിശീലിപ്പിച്ചത്. ആ ബ്ലാക്ക് ഔട്ട് ഡ്രില്ലിൻ്റെ ഭാഗമായി പഞ്ചാബിലെ അമൃത്സർ, അതോടൊപ്പം തന്നെ ജയ്സൽമീർ തുടങ്ങി ഗുജറാത്തിലെ വിവിധ മേഖലകൾ, ജമ്മു കാശ്മീരിലെ പൂഞ്ച്, ഉറി ഉൾപ്പെടെയുള്ള മേഖലകൾ, ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഔട്ടിലേക്ക് പോവുകയും ആദ്യഘട്ടത്തിൽ ഈ ആക്രമണങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ വെടിവയ്പ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉച്ചയോടുകൂടി അമൃത്സറിൻ്റെ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ മിസൈലുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ തന്നെ സൈന്യം സജ്ജമായിരുന്നു, ഇന്ത്യ സജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ തുടങ്ങുന്ന 7:30 മുന്നോടിയായി തന്നെ ബ്ലാക്ക് ഔട്ട് ഒരു ഡ്രില്ല് നടത്തിയിരുന്നു. അതിനുശേഷം ആക്രമണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി. തുടർന്ന് 11 മണി വരെയുള്ളൊരു സമയം, 11:30 വരെയുള്ളൊരു സമയം, ആ സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്തു ഇന്ത്യ. S-400 ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഈ മിസൈലുകളെ തടഞ്ഞിടുകയും ഡ്രോണുകളെ വെടിവെച്ചിടുകയും ഒക്കെ ചെയ്യുന്ന ന്യൂട്രലൈസേഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സിവിലിയൻസിനെ സുരക്ഷിതമായി സംരക്ഷിക്കുക എന്ന നിലപാടാണ് രാജ്യം സ്വീകരിച്ചത്. അത് ഏറ്റവും ഫലപ്രദമായി തന്നെ നടപ്പാക്കാനും അതിനെ വിജയകരമായി പൂർത്തിയാക്കാനും രാജ്യത്തിന് കഴിഞ്ഞു. ബങ്കറുകൾ
ക്യാമ്പുകളിലേക്ക്, ഷെൽട്ടറുകളിലേക്ക് സിവിലിയൻസിനെ, പൗരന്മാരെ, സാധാരണ ജനങ്ങളെ കൃത്യമായി മാറ്റാനും ഒഴിപ്പിക്കാനും സേനയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് തിരിച്ചടിയുടെ സമയം നമ്മൾ കാണുന്നത്. ആ തിരിച്ചടിയുടെ സമയം നമുക്കറിയാം. തിരിച്ച് ഇന്ത്യയും സമാനമായ രീതിയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം പ്രഹരിക്കുക എന്നുള്ള നടപടിയിലേക്കാണ് കടന്നത്. ആ തിരിച്ചടി വളരെ കടുത്ത തിരിച്ചടിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ് ഈ 3 കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യ സമാനമായ രീതിയിൽ ഒരേപോലെ കനത്ത പ്രഹരമേൽപ്പിച്ചു എന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്ന, മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ കൃത്യമായി പറയുന്നത്. എന്ത് ഇൻറ്റൻസിറ്റിയിലാണോ ഇങ്ങോട്ട് പ്രഹരിച്ചത് അതേ ഇൻറ്റൻസിറ്റിയിൽ തിരിച്ച് പ്രഹരം നൽകി എന്ന് തന്നെ സംശയലേശമന്യെ പറഞ്ഞു വയ്ക്കുകയാണ് സൈന്യം. ആ തിരിച്ചടിയുടെ ആ പ്രതിരോധത്തിൻ്റെ ദൃശ്യങ്ങൾ പലതും പുറത്തു വന്നു. അതിൽ പലതും വ്യാജമായ ദൃശ്യങ്ങളുണ്ട്. അതിലേക്ക് വരാം. അതിനു മുൻപ് ഇസ്ലാമാബാദിൽ നടന്നിട്ടുള്ള ആക്രമണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാക് പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഇസ്ലാമാബാദിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ സമീപത്ത് വരെ ഇന്ത്യയുടെ പ്രഹരമേറ്റു എന്നും പ്രധാനമന്ത്രി അവിടെ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. രണ്ടാമതായി ഈ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാൻ ആഭ്യന്തര സംഘർഷം നേരിട്ടു എന്ന വാർത്ത പുറത്തു വന്നു. BLA നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ കൊറ്റ മേഖല BLA കൈപ്പിടിയിലാക്കുകയും അവിടെ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. അപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി നടക്കുന്ന സമയത്ത് തന്നെ സമാനമായി ആഭ്യന്തര സംഘർഷത്തിനും പാകിസ്ഥാൻ വേദിയായി, പ്രത്യേകിച്ച് കൊറ്റ മേഖലയിൽ വേദിയായി എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊക്കെ കാരണക്കാരനായി പറയുന്നത് പാക് കരസേനാ മേധാവിയാണ്. അദ്ദേഹത്തെ രാജ്യ വിരുദ്ധ കുറ്റം ചുമത്തിക്കൊണ്ട് നിലവിൽ പട്ടാള വിചാരണയ്ക്ക് വിധേയമാക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഇമ്രാൻഖാൻ നേരെയുള്ള വധശ്രമം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഇതിനെ തുടർന്നുള്ള നിമിഷങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ത്യ നടത്തിയ പ്രഹരം കൂടാതെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാന് വലിയ തരത്തിലുള്ള തിരിച്ചടിയും കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സ്ഥിതിഗതികൾ ശാന്തമാകുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് ഇന്ത്യയും ഈ തിരിച്ചടി അത് പിന്നീട് കുറച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. എന്നാൽ പുലർച്ചെ 3 മണിയോടെ വീണ്ടും പാക് പ്രകോപനം ഉണ്ടാകുകയും 3:30 വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ജയ്സൽമീർ, അതോടൊപ്പം തന്നെ പത്താൻകോട്ട്, അതോടൊപ്പം ഉറി, പൂഞ്ച്, അഗ്നൂർ മേഖലയിൽ ഇവിടെയൊക്കെ തന്നെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം അത്തരത്തിലുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ പദ്ധതിയിടുന്നു. പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിൽ സമാനമായ രീതിയിലുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകുന്നു. ഈ ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ തിരിച്ചറിയാനും അതിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതിരോധ വാർത്തകളാണ് പുലർച്ചെയുള്ള വാർത്തകളായി നമ്മൾ കണ്ടത്. അത് 3 മണി മുതൽ 5:30 വരെ 6 മണി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഈ 5:30-ക്ക് ശേഷം വിവിധ മേഖലകളിൽ നടത്തിയിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിലേക്ക് കടക്കുന്നത്.